ഊട്ടണം എന്നാണ്, കാൽ കഴിച്ച് ഊട്ടണം എന്നാണ് അത്ര. അപ്പോൾ ഇല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ദാനം കൊടുക്കാൻ പറയും. ഇന്ന ഗ്രഹ ശാന്തി ഹോമങ്ങൾ നടത്താൻ പറയും. ഒക്കെ ഈ കർമ്മഫലങ്ങൾ വഴിമാറാൻ വേണ്ടിയിട്ട് പൂജകളൊക്കെ ചെയ്യാൻ പറയും. അവരൊരു കള്ളച്ചുതാ കളിക്കണമെന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴും കണ്ണടച്ച് നിന്നു. അതെല്ലാം അധർമ്മം അതെല്ലാം കർമ്മഫലമായിട്ട് വരും. അനിൽ സർ, നമ്മൾ കർമ്മദോഷങ്ങളെ പറ്റി പറയും. അപ്പോൾ നമ്മുടെ ഈ കർമ്മങ്ങളെ പറ്റിയും കർമ്മദോഷങ്ങളെ പറ്റിയും നമുക്ക് ഈ ജാതകത്തിൽ കാണാൻ പറ്റുമോ? ഒരു ജ്യോതിഷന് അതിനെ സഹായിക്കാൻ പറ്റുമോ? കർമ്മദോഷങ്ങൾ പൊതുവേ ജാതകം എന്ന് പറഞ്ഞാൽ തന്നെ ജന്മാന്തരാർജിതം പാപപുണ്യഫലങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ ഈ ജന്മം. അപ്പം നമുക്ക് ഇനി എന്തൊക്കെയോ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം. അപ്പോൾ അത് എത്ര നാൾ മുന്നോട്ട് പോകുന്നുള്ളത് അതനുസരിച്ചിരിക്കും അയാളുടെ ചെയ്തതിൻ്റെ ഫലങ്ങളുടെ മുൻപ് ചെയ്തതും ഇപ്പോൾ ചെയ്തു കൂട്ടുന്നതിൻ്റെയൊക്കെ ഉള്ള അതെല്ലാം നമ്മുടെ ആയുസ്സിലൂടെ തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഭഗവാൻ. അപ്പോൾ അതിനൊരു കർമ്മഫലം അനുഭവിച്ചേ പറ്റുള്ളൂ. പുരാണങ്ങളിൽ തന്നെ കർണൻ്റെയൊക്കെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ യുദ്ധമുഖത്ത് രഥം താഴ്ന്നു നിൽക്കുന്ന സമയത്ത് ആ ആയുധം താഴെ വയ്ക്കുമ്പോഴാണ് അർജുനനോട് കൃഷ്ണൻ പറയുന്നത് അദ്ദേഹത്തെ വധിച്ചേക്കുന്നു, ആരെ കർണനെ. അപ്പോൾ കർണൻ ചോദിക്കും, ആയുധം വെച്ച ഒരാളെ കൊല്ലുക എന്നുള്ളത് അധർമ്മമാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ കൃഷ്ണൻ പറയുന്നത് വെച്ചാൽ അധർമ്മത്തെക്കുറിച്ച് പറയാൻ നിനക്ക് എന്താണ് അവകാശം? നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ചെയ്ത തെറ്റ് നമുക്കറിയില്ല. അപ്പോൾ ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ചാൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം മുതൽ പറയുന്നു. അപ്പോൾ ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ ഈ കർണൻ നിശബ്ദനായിരുന്നു അവിടെ. അപ്പോൾ ധർമ്മത്തെക്കുറിച്ച് അത്രയ്ക്ക് ചോദിക്കുന്ന ആളാണെങ്കിൽ അവിടെ എതിർക്കണ്ടേ, ധർമ്മം അവിടെ നടപ്പിലാക്കണ്ടേ? അദ്ദേഹം അത് ചെയ്തില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ കള്ളച്ചൂത് കളിച്ചപ്പോൾ അവരൊരു കള്ളച്ചൂതാ കളിക്കണമെന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴും കണ്ണടച്ച് നിന്നു. അതെല്ലാം അധർമ്മം അതെല്ലാം കർമ്മഫലമായിട്ട് വരും. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഇനി അയ്യോ ഞാൻ അത്രയൊക്കെ ചെയ്തിട്ട് എനിക്കൊരു ഇതായില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതെല്ലാം മുകളിൽ നിന്ന് ഒരാൾ കാണുന്നുണ്ട്, അതിനുള്ള നമുക്ക് വരും. ഇപ്പോൾ ഇപ്പം ജാതകത്തിലോ അല്ലെങ്കിൽ പ്രശ്നത്തിലോ കർമ്മഭാവമൊക്കെ കർമാൽ കർമ്മൻ കീർത്തിത്വം ദാനം മാനം ബലിക്രിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളിൽ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ഇയാളുടെ കർമ്മഫലങ്ങളുടെയും ഒക്കെ അതിലൂടെ അറിയാം. അതുപോലെ മുൻ ജന്മത്തിൽ നമ്മൾ ആരായിരുന്നു, അവിടെ നിന്ന് എന്തെങ്കിലും കർമ്മങ്ങൾ നമ്മൾ അതൊക്കെ ഉണ്ട്. നമ്മളത് അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. മുൻജന്മത്തിൽ ആരായിരുന്നു. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിലുള്ളവർക്ക് വിശ്വസിക്കും. പഴയ ജന്മത്തിലുള്ളതിനെക്കുറിച്ചിട്ടും പറയണതിൽ ആളുകൾ വിശ്വസിക്കില്ല. ഇനി വരാൻ പോകുന്നതിനെക്കുറിച്ചിട്ടും വിശ്വസിക്കില്ല. എന്നാൽ ഇതെല്ലാം രണ്ടും ഉണ്ടെന്ന് നമുക്ക് അറിവുണ്ടെന്ന് മാത്രം. അതിനെക്കുറിച്ചിട്ടൊരു അറിവുണ്ട്, ഇങ്ങനെയൊക്കെ വരാം, പുനർജന്മമുണ്ട്, പഴയ ജന്മം എന്നതൊക്കെയായിരുന്നു. ഞാൻ ഇപ്പോൾ പറയാം, നിങ്ങളൊരു പഴയ ഇങ്ങനെ ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നു പഴയ പൂർവ്വജന്മത്തിൽ എന്നൊക്കെ പറയാം, ആയിരിക്കാം. പക്ഷേ നമുക്ക് ആധികാരികമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അയാളോട്? ഒരു ജ്യോത്സ്യം എന്നുള്ളതിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ചിലർ വിശ്വസിച്ചിരിക്കും. ശരിയാണ്, ജ്യോത്സ്യം പറയുമ്പോൾ നമുക്ക് സന്തോഷവും പുള്ളി അത് കണ്ടിട്ട് മനസ്സിലാക്കി പറഞ്ഞല്ലോ, ഞാൻ ഇന്ന ആളായിരുന്നു, ശ്രേഷ്ഠനായിരുന്നു, സേനാനിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കാം. പക്ഷേ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നുള്ളത് ആധികാരികമായിട്ട് നമുക്ക് വല്ലതുണ്ടോ അതിനെക്കുറിച്ച് പറയാൻ? അപ്പോൾ നമുക്കിതൊരു ജ്യോത്സ്യനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ദോഷങ്ങൾ, അതായത് അത് കർമ്മത്തിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, അപ്പോൾ ആ ദോഷങ്ങൾക്ക് നമുക്ക് എന്താണ് പരിഹാരം എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ലേ? പറഞ്ഞു കൊടുക്കും. കർമ്മദോഷങ്ങളുടെ പരിഹാരങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് നമ്മളെ പ്രശ്നത്തിലൂടെ ആണ് അത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്നത് അവർക്ക്. അപ്പോൾ കർമ്മദോഷം കണ്ടു കഴിഞ്ഞാൽ പൂർവ്വജന്മാർജിതമായിട്ടുള്ളതാണെങ്കിലും അതിനുള്ളത് നമ്മൾ ആ സമയത്ത് എന്തെല്ലാം ചെയ്യാം. ഇല്ലെങ്കിൽ ഇന്നർക്ക് ബ്രാഹ്മണന് കാൽ കഴിച്ചൂട്ടെന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട്. കാൽ കഴിച്ചൂട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തമനായ ബ്രാഹ്മണൻ കേട്ടോ. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് കുലേന ജാത്യവ ബ്രാഹ്മണ പോയെന്നാണ്, കുലം കൊണ്ടിട്ടുള്ള ബ്രാഹ്മണത്വമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാലും അത്ര ഒരു ബ്രാഹ്മണ ഒരു ഫാമിലിയിലായാലും ഒരു ബ്രാഹ്മൺ അയാളൊരു അത്ര ശ്രേഷ്ഠനാണെങ്കിൽ മാത്രം അയാളെ മാത്രമേ നമ്മൾ
ഒരു പൂജാരി. ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ. അതെ അതെ അതെ. അപ്പം അതെ എന്ന് വെച്ചാൽ ബ്രാഹ്മണന് ഒരുപാട് ഈ പറഞ്ഞ ഡെഫിനിഷൻസ് ഉണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ, അല്ലാതെ പൂണൂലിട്ടോന്ന് വെച്ചിട്ട് ബ്രാഹ്മണനല്ല. ബ്രാഹ്മണന് വസ്ത്രദാനം കൊടുക്കുകയും അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അത് ഗുരുക്കന്മാരുടെ ഒരു ഇത് കിട്ടാനും നമ്മൾ ഇതൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കും കേട്ടോ. എന്ന് വെച്ചാൽ ബ്രാഹ്മണന് കാൽ കഴുകി ചുട്ട് നടത്തുക, വസ്ത്രം കൊടുക്കുക, എണ്ണ, ഇഞ്ച അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ പഴയ പോലെ തന്നെ കാൽ കഴിച്ചിട്ട് നമ്മൾ വിളിച്ച് ഭക്ഷണം കൊടുക്കാനൊന്നും ബ്രാഹ്മണനെ കിട്ടില്ല. അപ്പം നമ്മൾ അതിനാണ് പറഞ്ഞത് മുണ്ടും ദക്ഷിണയൊക്കെ കൊടുക്കുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഏതൊരു കർമ്മം നടക്കുമ്പോഴും ആചാര്യന് ദക്ഷിണ കൊടുക്കുന്നതിൻ്റെ കാര്യം അത് ഉദ്ദേശിച്ചത് തന്നെയാണ്. മുണ്ടും ദക്ഷിണയും വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ദക്ഷിണയിൽ അദ്ദേഹം ഭക്ഷിച്ചോളും. വന്നിരുന്ന് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് കാൽ കഴിച്ചൊക്കെ കൂട്ടണം എന്നാണ്, കാൽ കഴിച്ച് കൂട്ടണം എന്നാണ് ഇത്രയും. അപ്പോൾ ഇല്ലെങ്കിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ദാനം കൊടുക്കാൻ പറയും, ഇന്ന ഗ്രഹ ശാന്തി ഹോമങ്ങൾ നടത്താൻ പറയും, ഒക്കെ ഈ കർമ്മഫലങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൂജകളൊക്കെ ചെയ്യാൻ പറയും. അതെല്ലാം കർമ്മഫലത്തിൻ്റെ ഒരു പ്രതിവിധി എന്നുള്ള നിലയിൽ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കർമ്മഫലം എന്ന് വെച്ചാൽ നമ്മൾ പൂർവ്വജന്മാർജ്ജനം കർമ്മം അത് നമ്മൾ കണ്ടിട്ട് നമുക്കത് അയാളങ്ങനെ ചെയ്തു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പൂർവ്വജന്മാർജ്ജനം ചെയ്തതല്ലേ, അത് നമുക്ക് ആധികാരികതയില്ല. ഇന്ന് ചെയ്തതിനെക്കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. കർമ്മഫലം ഇന്ന് ചെയ്താലും മുൻപ് ചെയ്ത് കഴിഞ്ഞാലും അതാണ്. ഒരു ജാതകം എഴുതുമ്പോൾ തന്നെ നമ്മൾ പൂർവ്വജന്മത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കും 12 വയസ്സ് വരെ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യം അത് തന്നെയാണ്. അപ്പം അതിനുള്ള പരിഹാരങ്ങളും നിർദ്ദേശിക്കും. പ്രത്യേകിച്ച് പ്രശ്നം എടുക്കുമ്പോഴത്തേക്കാണ് കൂടുതലും അതിലേക്ക് വരുന്നത്. അതായത് ഒരു പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും ഒരു വ്യക്തിയുടെ അത് ഇപ്പോൾ ഉള്ളതാണോ പൂർവ്വജന്മാർജ്ജമായിട്ട് അനുഭവിക്കുന്നത്, അത് ജാതകം കൊണ്ട് അനുഭവിക്കുന്നതുണ്ട്, ഇപ്പോൾ അല്ലാതെയുള്ള അനുഭവിക്കുന്നതൊക്കെ വരും, അതിലൂടെ വരും. ജാതകത്തിൽ തന്നെ വരും. നമ്മൾ ജാതകം തന്നെ സൂചിപ്പിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ, നമുക്ക് അതിൽ സൂചന നൽകുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, മുൻജന്മങ്ങളൊക്കെ അതിലൂടെ പറയുന്നുണ്ട്. പൂർവ്വജന്മത്തിൽ നമ്മൾ ആരായിരുന്നു ഇനി വരാനുള്ള അത് പക്ഷെ നമുക്കിപ്പോൾ പറയില്ല. പൂർവ്വജന്മത്തിൻ്റെ നമുക്ക് ജാതകത്തിലൂടെ പറയുന്നുണ്ട്. പിന്നെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രവൃത്തി ഗുണം ദോഷങ്ങൾ കൊണ്ട് ഇരിക്കും. അടുത്ത എങ്ങനെയാണ് ഒന്നുണ്ട്, നമ്മൾ നല്ലത് നമുക്ക് ഭഗവാൻ ഒരു കർത്തവ്യത്തിനാണ് നമ്മൾ അയച്ചിരിക്കുന്നത്. ഇന്ന കാര്യങ്ങൾ ഇത്ര നാൾ ചെയ്താൽ മതി. അത് കഴിയുമ്പോൾ നമ്മളെ വിളിക്കും. അത് ചിലപ്പോൾ കുറച്ച് പെട്ടെന്നൊക്കെ തീർന്നിരിക്കും. അപ്പോൾ ആയുസ് കഴിഞ്ഞു, അല്ലാതെ കൂടുതൽ നമുക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. വെച്ചാൽ നമ്മുടെ പ്രാരാബ്ധങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്നത് അയാളെ കൂടുതലും കഴിഞ്ഞ ജന്മത്തിലൊക്കെ അനുഭവിച്ച് കഴിഞ്ഞു. ബാക്കി കുറച്ചുള്ളത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യജന്മത്തിലേക്ക് നമ്മൾ വിടണം. ഈ ജ്ഞാനപ്പാനയിലൊക്കെ പറയുന്ന പോലെ തന്നെ മരങ്ങളായും കീടങ്ങളായും ഒക്കെ നമ്മൾ ജീവിച്ച് തീർത്ത് മനുഷ്യജന്മം കിട്ടിയതാണ്. അങ്ങനെയാണ് വരുന്നത്. അതായത് പൂർവ്വജന്മത്തിൽ നമ്മൾ മനുഷ്യൻ തന്നെ ആയിരുന്നിരിക്കണമെന്നില്ല. പല ജന്മങ്ങൾ താണ്ടിയിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത്. അതെ. പിന്നെ ഇതിനു മുൻപും ചിലപ്പോൾ മനുഷ്യജന്മം തന്നെ ഉണ്ടാവാം കേട്ടോ. അല്ലാതെ നമ്മൾ മനുഷ്യൻ മാത്രമായിട്ടുള്ളൊരു ജന്മമില്ല. പല ജന്മങ്ങൾ കടന്നായിട്ടാണ് മനുഷ്യജന്മത്തിലേക്ക് വരുന്നത്. അതിൽ തന്നെ മനുഷ്യജന്മം കിട്ടുമ്പോൾ നമ്മൾ കുറേ പാപപ്രവൃത്തിയൊക്കെ ചെയ്ത് കൂട്ടണമെങ്കിൽ പിന്നെയും തരും. ഇതിൻ്റെ അനുഭവിക്കണ്ടേ, ഫലം അനുഭവിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ആയുസ് അങ്ങോട്ട് തരും. അപ്പോൾ അതിലൂടെ പല രോഗദുരിതങ്ങളെ കൂടെയൊക്കെ അനുഭവിച്ച് അത് തീർക്കാം. അതല്ല പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ അറിയാൻ സാധിക്കില്ലേ? അറിയാൻ പറ്റും. കർമ്മഫലമാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കർമ്മഫലം കൊണ്ടിട്ടാണ് പ്രശ്നത്തിൽ. ഇപ്പോൾ ജാതകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ കർമ്മഫലത്തിനെ കുറിച്ചിട്ട് ആളുകൾ അങ്ങനെ ഇപ്പം നടക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയിലൂടെയാണ് പോകുന്നത് എല്ലാം. ശരി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ
ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.